അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇന്ത്യ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളും ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും മതേതരത്വത്തിലും ജനാധിപത്യത്തിലും സാമുദായിക സൗഹാർദ്ദത്തിലും ആഗ്രഹിക്കുന്നവരാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ത്യയുടെ ഹൃദയം മതേതരമാണ്. ഇന്ത്യ രാജ്യത്തിന് ഒരിക്കലും തന്നെ വർഗീയമായി ചിന്തിക്കുവാനോ വർഗീയമായിട്ട് ചേരിതിരിഞ്ഞ് പോരാട്ടത്തിലെത്തുവാനോ സാധിക്കുകയില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അയോധ്യ ആരാധനാലയത്തിൻ്റെ പേരിൽ നടക്കുന്ന സംഘർഷങ്ങൾ, സംഘട്ടനങ്ങൾ, ഇതൊക്കെ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രേരിതമാണ്, ബ്രിട്ടീഷുകാർ രൂപം കൊടുത്തതാണ് എന്നും ചരിത്രം വായിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും എല്ലാവർക്കും അറിയാം. കാരണം വടക്കേ ഇന്ത്യയിൽ ഒരു വലിയ പ്രശ്നമുണ്ടായി. ഒരു ആരാധനാലയത്തിൻ്റെ പേരിൽ മുസ്ലിങ്ങളും മറ്റൊരു സമുദായവും തമ്മിൽ ചേരിതിരിഞ്ഞ് സംഘർഷത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ സന്യാസിയായ ഒരു വ്യക്തി വന്നുകൊണ്ട് പറഞ്ഞു, ഈ ഇതര സമുദായം പറയുന്നത് കളവാണ്, മുസ്ലിങ്ങൾ പറയുന്നത് സത്യമാണ്, ആ ആരാധനാലയം മുസ്ലിങ്ങളുടെ ആരാധനാലയമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും മറ്റു ആരാധനാലയങ്ങൾ തകർക്കാനോ മറ്റു ക്ഷേത്രങ്ങൾ തകർക്കാനോ ചർച്ചുകൾ തകർക്കാനോ ഗുരുദ്വാരകൾ തകർക്കാനോ ഒന്നും തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് ഈജിപ്ത് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഗവർണർ ഒരു ജൂത സ്ത്രീയുടെ ആരാധനാലയം, അവരുടെ വീട് പിടിച്ചെടുക്കുകയും അവിടേക്ക് ആരാധനാലയം വികസിപ്പിക്കുകയും ചെയ്തു. മസ്ജിദ് വികസിപ്പിച്ചപ്പോൾ ആ സ്ത്രീ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പരാതി പറഞ്ഞപ്പോൾ ആ പിടിച്ചെടുത്ത ആ വീട് തിരിച്ച് കൊടുക്കാനും ആ ഭൂമി തിരിച്ചു കൊടുക്കാനും അവിടെ വീട് കെട്ടിക്കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ആ മുസ്ലിമായ സ്ത്രീ പറഞ്ഞു, എനിക്ക് ആ ആരാധനാലയത്തിന് അത് കൊടുക്കുന്നതിന് യാതൊരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽഹംദുലില്ലാ, അങ്ങനെയാണ് നിങ്ങളെ തീരുമാനമെങ്കിൽ എനിക്ക് പരാതിയില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ആരെയും ദ്രോഹിക്കാനോ ആക്രമിക്കാനോ പാടില്ല. ഈ മതത്തിൻ്റെ പേരിൽ ഈ കലാപങ്ങൾ ഉണ്ടാക്കുന്നവരും കൂട്ടക്കൊലകൾ നടത്തുന്നവരും കൂട്ടബലാത്സംഗം നടത്തുന്നവരും ആരാധനാലയങ്ങൾ തകർക്കുന്നവരും ഒന്നും തന്നെ ഒരു മതത്തിൻ്റെയും ദർശനങ്ങൾ ഉൾക്കൊണ്ടവരല്ല. അവരൊക്കെ മതത്തെ നിഷേധിക്കുന്നവരും മതത്തെ ഉൾക്കൊള്ളാത്തവരുമായതുകൊണ്ടാണ്. അതുകൊണ്ട് ഇന്ത്യൻ ജനത മതേതരമാണ്.